കോഴിക്കോട് മെഡിക്കൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടിയുടെ അവയവം മാറ്റിയുള്ള ശസ്ത്രക്രിയയിൽ മെഡിക്കൽ കോളേജിന്റെ വാദം തള്ളി വിദഗ്ധ സമിതി റിപ്പോർട്ട്. സംഭവത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിലെ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് 4 വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയത്. സംഭവം വലിയ വിവാദമായതോടെ മുഖം രക്ഷിക്കാനുള്ള മറുപടിയുമായി മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്തെത്തി. ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ആശുപത്രിയുടെ ആദ്യ വിശദീകരണം. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിയാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ പ്രതിക്കൂട്ടിലാക്കി വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. വിദഗ്ധ സമിതി തിങ്കളാഴ്ച ആശുപത്രിയിലെത്തി ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് ഡയറക്ടർക്ക് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നതിൽ വലിയ ആശങ്കയാണ് പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നത്. ജനം, കോഴിക്കോട്.